ഒരു വ്യക്തി ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഗുരു ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങളും ഒഴിവാക്കാനാകും. ചാണക്യന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരോടും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാണക്യൻ പറയുന്നത്, ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കണമെന്നാണ്. പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ആളുകൾ അവരുടെ ദുഃഖം സുഹൃത്തുക്കളുമായോ പങ്കാളിയുമായോ പങ്കിടുന്നു. എന്നാൽ ചാണക്യ നയമനുസരിച്ച് ഇത് ചെയ്യുന്നത് തെറ്റാണ്. ചാണക്യൻ പറയുന്നത്, നമ്മുടെ സങ്കടങ്ങൾ ആരോടെങ്കിലും പങ്കുവച്ചാൽ മറ്റുള്ളവർ അതിനെ പരിഹസിച്ചേക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർ അതിനെ കളിയാക്കും. കാരണം നിങ്ങൾ നല്ലവരാണെന്ന് കരുതുന്ന പലരും നിങ്ങളുടെ പരാജയം കൊതിക്കുന്നവരായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. അതിനാൽ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വയം തന്നെ പരിഹരിക്കുക. ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കരുതെന്ന് ചാണക്യൻ നിർദ്ദേശിക്കുന്നു. വിജയത്തിനായി ചാണക്യൻ പറയുന്ന മറ്റൊരു നിർദ്ദേശം, നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കണമെന്നാണ്. ചിലർ പലപ്പോഴും ദേഷ്യത്തിൽ പല രഹസ്യങ്ങളും വെളിപ്പെടുത്താറുണ്ട്. എന്നിരുന്നാലും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യ നീതി പ്രകാരം ഏതെങ്കിലും വിഡ്ഢി കാരണം നിങ്ങൾക്ക് അപമാനം അനുഭവിക്കേണ്ടി വന്നാൽ അത് ആരോടും പറയരുത്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ പ്രശസ്തിക്ക് കളങ്കമായേക്കാമെന്ന് ചാണക്യൻ പറയുന്നു. വിജയത്തിനായി ചാണക്യൻ പറയുന്ന മറ്റൊരു കാര്യം, കുടുംബ രഹസ്യങ്ങൾ ആരുമായും പങ്കുവെക്കാതിരിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അബദ്ധവശാൽ പോലും നിങ്ങൾ ആരോടും വീട്ടിലെ കാര്യങ്ങൾ പുറത്തു പറയരുത്. ഇക്കാരണത്താൽ നിങ്ങൾക്ക് അപമാനം നേരിടേണ്ടി വരും. നിങ്ങളുടെ ബന്ധത്തിലെ വിള്ളലുകൾ മറ്റ് ആളുകൾ അനാവശ്യമായി പ്രയോജനപ്പെടുത്തിയേക്കാമെന്ന് ചാണക്യൻ പറയുന്നു. വിജയത്തിനായി ചാണക്യൻ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവം മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കണമെന്നാണ്. ചാണക്യ നീതിയുടെ അഭിപ്രായത്തിൽ ഒരു ഭർത്താവ് ഒരിക്കലും തന്റെ ഭാര്യയുടെ മോശം കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്തരുത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഭാര്യക്ക് അത് അപമാനമായേക്കാം. കൂടാതെ ഭാവിയിൽ അവർക്ക് അതുമൂലം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. വീട്ടിലെ കാര്യങ്ങൾ വീട്ടിനുള്ളിൽ മാത്രം സൂക്ഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. വഴക്കുകൾ, സങ്കടങ്ങൾ, സ്വഭാവം എന്നിവയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സ്ത്രീകളോ പുരുഷന്മാരോ ഒരിക്കലും സ്വന്തം പങ്കാളിയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയരുതെന്ന് ചാണക്യൻ പറയുന്നു. വിജയത്തിനായി ചാണക്യൻ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കുക. ചാണക്യ നീതിയുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ഒരിക്കലും പണം നഷ്ടപ്പെട്ട വാർത്ത ആരുമായും പങ്കിടാൻ പാടില്ല. പലപ്പോഴും പണനഷ്ടം കാരണം മിക്കവരും സങ്കടപ്പെടുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാകുകയാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ ആരും തന്നെ നിങ്ങളെ സഹായിക്കില്ലെന്ന് ചാണക്യൻ പറയുന്നു. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കണമെന്നും ചാണക്യൻ നിർദ്ദേശിക്കുന്നു. നിങ്ങളുടെ ബലഹീനത ആരോടെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരാളുടെ ബലഹീനത ഒരിക്കലും മറ്റാരോടും പറയാൻ പാടില്ല. നിങ്ങളുടെ പോരായ്മകളെ കുറിച്ച് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവർ പ്രയോജനപ്പെടുത്തിയേക്കാമെന്ന് ചാണക്യൻ നിർദ്ദേശിക്കുന്നു. ചാണക്യനെ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ഒരു വ്യക്തിക്ക് ജീവിതം വിജയിക്കാൻ ആവശ്യമായ നിരവധി തത്വങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അവയെല്ലാം ഇന്നും ആളുകൾക്ക് വഴികാട്ടിയാണ്. അദ്ദേഹം എഴുതിയ ചാണക്യനീതി ഇപ്പോഴും നിരവധി പേർക്ക് പ്രചോദനമാണ്. ജീവിത വിജയവും പുരോഗതിയും കൈവരിക്കുന്നതിനുള്ള നിരവധി രഹസ്യങ്ങൾ ചാണക്യനീതിയിൽ ആചാര്യ ചാണക്യൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജീവിത വിജയത്തിനായി ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുക. ജീവിതത്തിൽ വിജയം കൈവരിക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ ജീവിതത്തിലേക്കും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ആയുസ്സും ആയുരാരോഗ്യവും സർവശക്തൻ നിങ്ങൾക്കും നൽകുമാറാകട്ടെ.